മഹാഭാരത ഗാഥ തുടരുകയാണ്. ധൃതരാഷ്ട്ര ആലിംഗനം. മഹാഭാരത ഇതിഹാസം കൈരളിക്ക് നൽകിയ അന്വർത്ഥമായ രൂപകങ്ങളിൽ ഒന്നാണ് ധൃതരാഷ്ട്ര ആലിംഗനം. പുറമേക്ക് സൗഹൃദം നടിച്ച് ഉള്ളിൽ ശത്രുതയുടെ തീ കെടാതെ സൂക്ഷിക്കുന്ന വ്യക്തിയുടെ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന ശൈലിയാണത്. സ്ത്രീപർവത്തിലെ 12-ാം അധ്യായത്തിൽ യുദ്ധാനന്തരം ഏറെ വൈകാതെ ധൃതരാഷ്ട്രനും ഗാന്ധാരിയും പാണ്ഡവരുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ അപ്രതീക്ഷിതവും ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു സംഭവം നടക്കുന്നുണ്ട്. ആ സംഭവത്തെ ആധാരമാക്കിയാണ് മലയാളത്തിൽ പിൽക്കാലത്ത് തത്സംബന്ധിയായ രൂപകത്തിന് പ്രാധാന്യം കൈവന്നത്. ഇതിഹാസത്തിലെ പ്രസ്തുത കഥാഖണ്ഡത്തിലേക്ക് വരാം. ധൃതരാഷ്ട്രൻ കൃഷ്ണദ്വൈപായനന് വിചിത്രവീര്യൻ്റെ വിധവയായ അംബികയിൽ പിറന്ന പുത്രൻ. ഇഷ്ടമല്ലാതിരുന്നിട്ടും സത്യവതിയുടെ രാജകീയ ശാസനയുടെ നിർബന്ധത്തിന് വഴങ്ങി മുനിയുടെ അടുത്തു പോകേണ്ടി വന്ന അംബിക അദ്ദേഹത്തിൻ്റെ രൂപം കണ്ട് പകച്ച് കണ്ണടച്ചുപോയി. സ്ത്രീ അനുസരണത്തിൻ്റെ ആൾരൂപമാകണം എന്ന് പുരുഷവിധി. മാത്രമല്ല, മഹാമുനിയാകുമ്പോൾ ശാപം നിശബ്ദമായെങ്കിലും നൽകാതിരിക്കാനുമാവില്ല. മാതാവിൻ്റെ അപരാധത്തിന് പുത്രൻ അപ്രതീക്ഷിതമായ വാക്കില്ലാ ശാപം. അങ്ങനെ മുനിയുടെ വിചിത്രമായ നീതിബോധത്തിൻ്റെ ഇരയായി സ്വന്തം പുത്രൻ തന്നെ അന്ധനായി പിറന്നു. ഇതിഹാസത്തിൽ ധൃതരാഷ്ട്രൻ്റെ ആന്ത്യത്തിന് ഒട്ടേറെ മാനങ്ങളുണ്ട്. സത്യം കാണാൻ കൊതിച്ചുവെങ്കിലും ധൃതരാഷ്ട്രന് അതിന് കഴിഞ്ഞില്ല. അമിതമായ പുത്രവാത്സല്യത്താലും അധികാര തൃഷ്ണയാലും അദ്ദേഹം ആന്തരികമായും അന്ധനായി മാറി. അറിവ് ഒരുപാട് സംഭരിച്ചെങ്കിലും അത് വിവേകമായി പരിണമിക്കാത്ത വ്യക്തിത്വം. അതുകൊണ്ട് തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് കൂപ്പുകുത്തിയവൻ. സത്യത്തിൻ്റെ മുഖത്തേക്ക് ചിലപ്പോഴൊക്കെ കൺതുറക്കാൻ ആഗ്രഹിച്ചു. എങ്കിലും പക്ഷപാതത്തിൻ്റെയും വ്യാജധാർമ്മികതയുടെയും സ്വർണം പൂശിയ മൂടിയാൽ അദ്ദേഹം എന്നും അതിൻ്റെ തിളക്കം മൂടിവെച്ചു. ധൃതരാഷ്ട്രൻ്റെ ആന്ത്യം ഇതിഹാസത്തിലെ ഇതിഹാസമാനമുള്ള ധ്വനിസാന്ദ്രമായ രൂപകമായി മാറി. സംഘർഷഭരിതവും നിർണായകവുമായ ഒട്ടേറെ സന്ദർഭങ്ങളിൽ പതറിപ്പോയവനാണ് ധൃതരാഷ്ട്രൻ. അതുകൊണ്ടുതന്നെ അഭ്യുദയകാംക്ഷികളുടെ സമാധാനത്തിനായുള്ള ശ്രമങ്ങൾക്ക് നേരെ ധൃതരാഷ്ട്രൻ തൻ്റെ ഉൾക്കണ്ണുകളും അടച്ചുവച്ചു. മന്ത്രിയായ സഞ്ജയനിൽ നിന്ന് ഇതിഹാസത്തിൻ്റെ ദുരന്തകഥ മുഴുവൻ നേരിട്ട് കേൾക്കാൻ വിധിക്കപ്പെട്ടവനാണ് ധൃതരാഷ്ട്രൻ. തൻ്റെ 100 മക്കളും ഒരേ ഒരാളാൽ തന്നെ വധിക്കപ്പെടുന്ന വാർത്തയും ധൃതരാഷ്ട്രൻ കേട്ടുനിന്നു. യുദ്ധത്തിൻ്റെ പ്രധാന കാരണക്കാരിൽ ഒരാളായ ധൃതരാഷ്ട്രന് താനുണ്ടാക്കിയ ദുരന്തം മുഴുവൻ നേരിട്ട് കാണുന്ന പോലെ അനുഭവിക്കേണ്ടി വന്നു. കൊലപാതകങ്ങളൊക്കെ ചങ്കിടിപ്പോടെ കേട്ടിരുന്നിട്ടും വീണ്ടും വീണ്ടും കഥ തുടരാൻ ആവശ്യപ്പെടുകയാണ് ധൃതരാഷ്ട്രൻ. അകത്ത് വെറുപ്പ് പുകയുമ്പോഴും പുറത്ത് വെളുക്ക ചിരിക്കാൻ ശീലിച്ചവൻ. വാരണാവതത്തിൽ വച്ച് പാണ്ഡവർ മരിച്ചു എന്ന് കരുതി പുറമേക്ക് ദുഃഖം അഭിനയിച്ച് ഹസ്തിനപുരിയിൽ അവരുടെ ശേഷക്രിയകൾ നടത്തി കൈ കഴുകിയവൻ. പാണ്ഡവർ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞ് വീണ്ടും അവരെ ഹസ്തിനപുരിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നവൻ. സഹോദരനും ജ്ഞാനിയുമായ വിതുരൻ്റെ വാക്കുകൾക്ക് ഒട്ടേറെ തവണ കാതോർത്തപ്പോഴും അതൊക്കെ മറന്ന് പിന്നെയും തിന്മയുടെ ഇരുണ്ട വഴികളിലേക്ക് കൂപ്പുകുത്തിയവൻ. ഇങ്ങനെയൊക്കെ വിലയിരുത്താവുന്ന വ്യക്തിത്വമാണ് ധൃതരാഷ്ട്രൻ്റേത്. ദ്യൂതസഭയിൽ കള്ളച്ചൂതുകളിയുടെ ഉദ്വേഗഭരിതത്വം ഓരോ നിമിഷവും പിടിച്ചെടുത്ത് ആര് ജയിച്ചു എന്ന് പ്രതിനിമിഷം ആവേശത്തോടെ ആരാഞ്ഞവൻ. താൻ രാജാവായ രാജ്യത്തിൻ്റെ രാജധാനിയിൽ വച്ച് സഹോദരപുത്രന്മാരുടെ പത്നിയെ സ്വന്തം പുത്രൻ അധമനെപ്പോലെ വലിച്ചിഴച്ചപ്പോഴും അരുത് എന്ന് മൊഴിയാത്തവൻ. ചൂതുകളിയിൽ ആകമാനം പ്രകടമായും പക്ഷം ചേർന്ന് പാണ്ഡവരുടെ ദീനസ്വരങ്ങൾക്കായി കാതുകൂർപ്പിച്ചവൻ. അധികാരമില്ലാത്ത അനുജപുത്രന്മാരെ
പലപ്പോഴും ശത്രുക്കളെപ്പോലെ കരുതിയവൻ. ഒരിടവേളയിൽ യുധിഷ്ഠിരനെ യുവരാജാവാക്കി എങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വഭാവ മഹിമയിലും ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള മതിപ്പും കണ്ട് പരിഭ്രമിച്ചവൻ. ഹസ്തിനപുരിയിൽ തിരശീലയ്ക്ക് പിന്നിൽ നടന്ന 4 സംഘത്തിൻ്റെ ഗൂഢാലോചനകൾക്ക് പ്രത്യക്ഷമായോ പരോക്ഷമായോ കൂട്ടുനിന്നവൻ. പാണ്ഡവരുടെ എല്ലാ തളർച്ചയിലും ഗൂഢമായി സന്തോഷിക്കുകയും പുറമേക്ക് നാടക നടനെപ്പോലെ ദുഃഖം പ്രകടിപ്പിക്കുകയും ചെയ്ത ഭരണാധികാരി. യുദ്ധാനന്തര ജീവിതത്തിൽ തുടർച്ചയായി ഭീമൻ്റെ അവഹേളനം ഏൽക്കേണ്ടി വന്നവൻ. പിന്നീട് കാട്ടുതീയിൽപ്പെട്ട് ഏറെക്കുറെ അനാഥമായി മരണം വരിച്ചവൻ. ദുര്യോധന പതനത്തിനു ശേഷം ദുര്യോധനനടക്കം 100 മക്കളുടെ മരണത്തിന് ശേഷം ധൃതരാഷ്ട്രൻ കൊമ്പുപോയ വൃക്ഷം പോലെ ശോകമൂകനായി പോയി എന്ന് ഇതിഹാസം രേഖപ്പെടുത്തുന്നു. സന്തത സഹചാരിയായ അദ്ദേഹത്തിൻ്റെ മന്ത്രി സഞ്ജയൻ പറഞ്ഞു, എന്തിനാണ് ഇനി കേഴുന്നത്? അതുകൊണ്ട് എന്തു കാര്യം? ദുഃഖത്തിൽ ആരും കൂടെ ഉണ്ടാവില്ല. 18 അക്ഷൗഹിണികൾ ഒടുങ്ങി. ലോകം കുറേ കൂടി ശൂന്യമായി. പിതാക്കന്മാർ, പുത്രന്മാർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എല്ലാം വിട്ടുപോയി. ധൃതരാഷ്ട്രൻ വിലപിച്ചുകൊണ്ട് പറഞ്ഞു, സഞ്ജയ, എല്ലാം പോയി. പുത്രന്മാർ മരിച്ചു, അമാത്യന്മാർ പോയി, ബന്ധുക്കൾ ഇല്ലാതായി. ഞാനിപ്പോൾ ചിറകറ്റ പക്ഷിക്ക് സമം. വൃദ്ധൻ, നാടും പോയി. എനിക്ക് കണ്ണും കാണില്ല. സുയോധനൻ ഞാൻ പറഞ്ഞത് കേട്ടില്ല. യുദ്ധം വേണ്ട, പുത്രനെ തടയുക എന്ന് എല്ലാവരും പറഞ്ഞു. ഞാൻ കേട്ടില്ല. അപ്പോഴേക്കും വിതുരൻ അവിടെ എത്തി. ധൃതരാഷ്ട്രൻ അനുജൻ്റെ നേർക്ക് അന്ധമായ തൻ്റെ മുഖമുയർത്തി. വിതുരൻ, കാര്യങ്ങളുടെ മറുകര കണ്ടവൻ്റെ പ്രശാന്തമായ മുഖം. വാക്കുകൾ കൊണ്ട് ഇന്ദ്രജാലം കളിക്കുന്നവൻ. വിവേകത്തിൻ്റെ ആ വാക്കുകളൊന്നും ജ്യേഷ്ഠൻ കേട്ടില്ല. ദുര്യോധനൻ്റെ മുനവച്ച വാക്കുകൾ കേട്ടിട്ടും വിതുരൻ ധൃതരാഷ്ട്രനെ വിട്ടുപോയില്ല. അനീതിയെ എതിർക്കാൻ ധീരത കാണിച്ച വിതുരനോട് ജ്യേഷ്ഠന് എന്നും മതിപ്പായിരുന്നു. ഏത് പ്രതിസന്ധിയിലും പതറാതെ നിന്നവൻ. പാണ്ഡവരെ വാരണാവതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയവൻ. കള്ളച്ചൂതുകളിക്ക് പോകരുത് എന്ന് ഉപദേശിച്ചവൻ. ദ്യൂതസഭയിൽ നീതിയുടെ വാക്ക് മുഴക്കിയവൻ. വിവേകി. അനുജനായിരുന്നിട്ടും ജ്യേഷ്ഠനെ രാജാവെന്ന് സംബോധന ചെയ്യേണ്ടവൻ. വ്യാസപുത്രനായിട്ടും ചാതുർവർണ്ണ്യത്തിൻ്റെ അപമാനഭാരം ഏറ്റുവാങ്ങിയവൻ. പറയാൻ വിതുരന് വാക്കുണ്ട്, ആശയമുണ്ട്, ഉദാഹരണങ്ങളുണ്ട്, സാന്ത്വനങ്ങളുണ്ട്, വ്യാവഹാരിക ജ്ഞാനമുണ്ട്. നീതിശാസ്ത്ര വിശാരദൻ. എന്നാൽ പാരമ്പര്യത്തെ പുണരുന്നവനും വ്യവസ്ഥയുടെ പ്രത്യയശാസ്ത്രം പിൻപറ്റുന്നവനുമായ ബുദ്ധിജീവി, ദാർശനികൻ. ധൃതരാഷ്ട്രന് എന്നും വിതുരൻ അറിവിൻ്റെ നിറകുടം, വാക്കിൻ്റെ വിസ്മയം തീർക്കുന്നവൻ. അതേസമയം ഹസ്തിനപുരിയുടെ ഓരങ്ങളിൽ മാത്രം ജീവിച്ച മഹാനുഭാവൻ. വിതുരൻ സംസാരിച്ചു കൊണ്ടിരുന്നു. ജീവിതാനുഭവത്തിൻ്റെ വാക്കുകൾ, ഗ്രന്ഥങ്ങളിലെ അറിവ് വിവേകമാക്കി മാറ്റിയവൻ്റെ വാക്കുകൾ, ദാർശനികതയുടെ മൊഴികൾ. വേനലിൽ വർഷമെന്ന പോലെ വിതുരൻ്റെ വാക്കുകൾ ധൃതരാഷ്ട്രൻ്റെ വേവുന്ന ഉള്ളത്തിൽ പെയ്തിറങ്ങി. വിതുരൻ ദീർഘമായി സംസാരിച്ചു. സാവധാനം, ക്ഷമാപൂർവം, വിശ്വാസപൂർവം. കഥകളിലൂടെ, വൃത്താന്തങ്ങളിലൂടെ, ഓർമ്മകളിലൂടെ വിതുരൻ ധൃതരാഷ്ട്രനിൽ നിറഞ്ഞു. സൗഹൃദത്തിലൂടെ, ധിഷണയിലൂടെ വിതുരൻ അദ്ദേഹത്തിൽ കടന്നു. ധൃതരാഷ്ട്രൻ്റെ പുകച്ചിൽ നിന്നു. നെരിപ്പോടായിരുന്ന നെഞ്ചിൽ വാക്കിൻ്റെ കുളിർമഴ പെയ്തു. വ്യാസൻ വന്നു പുത്രൻ്റെ അരികെ ഇരുന്നു. അച്ഛൻ മകനോട് ദീർഘമായി സംസാരിച്ചു. ദുരന്തത്തിൽ വെന്തുകൊണ്ടിരിക്കുന്ന മകനെ വ്യാസൻ നോക്കി. അതെ, ഇവൻ അന്ധനാണ്. മക്കളില്ല, സഹായികളില്ല, അധികാരമില്ല. കണ്ണുകെട്ടിയ പത്നി മാത്രം അരികെയുണ്ട്. പ്രതാപിയായ പഴയ ധൃതരാഷ്ട്രൻ്റെ നിഴലായി അദ്ദേഹം മാറിപ്പോയിരിക്കുന്നു. പുത്രൻ്റേതല്ലാത്ത കുറ്റത്തിന് പിതാവ് അവനെ അന്ധനാക്കി. കുറ്റബോധത്തിൻ്റെ ഒരു കണിക ഋഷിയുടെ ഉള്ളത്തിൽ എന്നെങ്കിലും ഉണ്ടായിരുന്നുവോ? വലിയവരുടെ തപോവിനോദങ്ങൾ. നീറ്റലിൻ്റെ ഒരു കീറ് പിതാവായ മുനിയുടെ കറുത്ത മുഖത്ത് തെളിഞ്ഞുവോ? ധൃതരാഷ്ട്രനെ വ്യാസൻ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. നിയതിയുടെ ഉറച്ച സ്വരമായി ധൃതരാഷ്ട്രൻ ആ വാക്കുകൾ കേട്ടിരുന്നു. താൻ കാലങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്
എന്ന് ധൃതരാഷ്ട്രന് തോന്നി. തൻ്റെ പുത്രനായ ദുര്യോധനൻ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറി എന്ന് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. വ്യാസനും വിതുരനുമൊക്കെ സാരോപദേശ കഥകളുടെ അക്ഷയമായ ഖനി ഉള്ളിൽ സൂക്ഷിക്കുന്നവർ. ആ കഥകളിൽ ജീവിതമുണ്ട്, അതിൻ്റെ ജയപരാജയങ്ങളുണ്ട്, വാഴ്വിൻ്റെ നിസ്സാരതയും ഗൗരവവും ഉണ്ട്. അവർ കുറിക്കുകൊള്ളുന്ന കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു. കഥകൾ പറഞ്ഞ് കാര്യത്തിൻ്റെ പൊരുൾ തേടാൻ ശ്രമിച്ചു. ജീവിതം പോലെ കഥ തുടർന്നു. കഥ കേട്ട് കേട്ട് ധൃതരാഷ്ട്രൻ തളർന്നു. മഹായുദ്ധവും അതിലൊഴുകിയ നിണനദികളുമൊക്കെ മായയായിരുന്നു. പിന്നീട് എപ്പോഴോ ധൃതരാഷ്ട്രൻ ജീവിതത്തിലേക്ക് ഉണർന്നു. ദ്രൗണി കാട് കയറുന്നതിന് മുമ്പ് മൂവർ സംഘം ഒരിക്കൽ ധൃതരാഷ്ട്രനെ പോയി കണ്ടിരുന്നു. തങ്ങളുടെ പലായനത്തിനിടയ്ക്ക് അവർ ധൃതരാഷ്ട്രനെയും ഗാന്ധാരിയെയും കാണാനെത്തിയതായിരുന്നു. ഈ സംഭവം പിന്നീടാണ് ഇതിഹാസ കഥയിൽ സഞ്ജയൻ അവതരിപ്പിക്കുന്നത്. അവർ അന്ന് രാജാവിനോട് പറഞ്ഞു, അങ്ങ് സന്തോഷിച്ചാലും ദ്രൗണി ശിബിരത്തിൽ കടന്നു കയറി എല്ലാവരെയും കൊന്നു. പാഞ്ചാലപുത്രന്മാരായ ധൃഷ്ടദ്യുമ്നനും ശിഖണ്ഡിയും ദ്രൗപദീപുത്രന്മാരും കൊല്ലിക്കപ്പെട്ടു. അവരെയെല്ലാം ദ്രൗണി വധിച്ചു, ഒറ്റയ്ക്ക് വധിച്ചു വീഴ്ത്തി. ഞങ്ങളിപ്പോൾ പലായനത്തിലാണ്. പാണ്ഡവർ ഞങ്ങളുടെ പിറകെയുണ്ട്. അങ്ങ് ഞങ്ങൾക്ക് പോകാൻ അനുമതി നൽകിയാലും. അവർ 3 പേരും രാജ്ഞിയായ ഗാന്ധാരിയോടും വിട പറഞ്ഞു. അവർ ഗാന്ധാരിയോട് പറഞ്ഞു, ദുഃഖിക്കാതിരിക്കൂ, ദുഃഖിച്ചിട്ട് എന്തു കാര്യം. പിന്നീട് അവർ മൂവരും ഓരോ വഴിക്ക് പോയി. അവിടെ വെച്ചാണ് അവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വെവ്വേറെ വഴികളിലേക്ക് പിരിഞ്ഞുപോയത്. ആയസ ഭീമൻ. വ്യാസൻ്റെയും വിതുരൻ്റെയും വാക്കുകൾ ധൃതരാഷ്ട്രനെ സ്വാധീനിച്ചു. എന്നാൽ ആ സ്വാധീനതാധാര നിമിഷങ്ങൾ മാത്രമേ നിലനിന്നുള്ളൂ. അദ്ദേഹം വീണ്ടും പഴയ ധൃതരാഷ്ട്രനായി മാറി. ഉള്ളിൽ പാണ്ഡവരോട് പകയും വെറുപ്പുമായി അദ്ദേഹം പുകഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനോമാനത്ത് കരിമേഘങ്ങൾ ഇരമ്പി. ദുഃഖത്താലും നിസ്സഹായതയാലും ധൃതരാഷ്ട്രന് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. പാണ്ഡവരോട് വാത്സല്യമല്ല, ആഴമേറിയ ശത്രുതയാണ് അദ്ദേഹത്തിന് തോന്നിയത്. തുടരെ തുടരെ ധൃതരാഷ്ട്രൻ ആർക്കുനേരെയോ ചീറ്റി. എന്നാൽ യുധിഷ്ഠിരനും കൂട്ടരും അഗാധമായ ആദരത്താൽ വലിയച്ഛനെ എതിരേറ്റു. യുധിഷ്ഠിരനു പിന്നിൽ കേശവനും പിന്നെ പാർഷദിയും മറ്റു പാണ്ഡവരുമായി ധൃതരാഷ്ട്രനെ ഗംഗാതീരത്ത് സ്വീകരിച്ചു. എല്ലാവരും കുരുരാജാവിനെ നോക്കി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് എന്തൊക്കെയോ മിന്നിമറയുന്നതുപോലെ എല്ലാവർക്കും അനുഭവപ്പെട്ടു. അതിവേഗം ബോധാബോധങ്ങളുടെ അതിർവരമ്പിലൂടെ അദ്ദേഹം തെന്നി നീങ്ങുന്നതായി തോന്നി. അന്ധനായ ധൃതരാഷ്ട്രൻ ധർമ്മപുത്രനു നേർക്ക് കൈകൾ നീട്ടി. എന്നാൽ അന്ധൻ്റെ മുഖത്ത് ചിരിക്കു പകരം നീരസം. ധൃതരാഷ്ട്രൻ പിറുപിറുക്കുന്നതുപോലെ കാണപ്പെട്ടു. തൻ്റെ തന്നെ കഴിഞ്ഞ കാലത്തെ കൊള്ളരുതായ്മകൾ ഓർത്ത് അദ്ദേഹം ചിലപ്പോൾ മാഴുകി. ഗംഗാതീരത്തെ ആ സമാഗമം ഇതിഹാസം പ്രാധാന്യത്തോടെ വിവരിച്ചിരിക്കുന്നു. യുദ്ധം അവസാനിച്ച് ആദ്യം പാണ്ഡവർ ധൃതരാഷ്ട്രനെയും ഗാന്ധാരിയെയും കാണുകയായിരുന്നു. യുധിഷ്ഠിരൻ്റെ പാദങ്ങൾ ഇടറി. പശ്ചാത്താപം മൂലം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കലങ്ങി. വൃദ്ധനും അന്ധനുമായ ധൃതരാഷ്ട്രൻ, യുദ്ധത്തിൽ 100 മക്കളും കൊല്ലപ്പെട്ട നിരാലംബൻ, അരികെ മക്കൾ നഷ്ടപ്പെട്ട അമ്മ. ധർമ്മപുത്രൻ്റെ കണ്ണുകളിൽ ഇരുട്ട് കയറി. ഈ വൃദ്ധ ദമ്പതികളോട് താൻ എന്തു പറയും? തൻ്റെ ന്യായീകരണങ്ങൾ ശരിയായിരിക്കുമോ? ഇവരെ സാന്ത്വനിപ്പിക്കാനുള്ള ആത്മധീരത തനിക്കുണ്ടോ? പഠിച്ച വിദ്യയൊക്കെ പരാജയപ്പെടുന്ന നിമിഷം. നരച്ച മുടിയും നരച്ച പുരികവും ശൂന്യമായ കണ്ണുകളുമായി മുന്നിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ ദിവസങ്ങൾക്ക് മുൻപ് വരെ ഹസ്തിനപുരിയുടെ ചക്രവർത്തിയായിരുന്നു. ധൃതരാഷ്ട്രൻ പ്രകടമായ നീരസത്തോടെയാണ് യുധിഷ്ഠിരനെ തഴുകിയത്. അദ്ദേഹത്തിൻ്റെ വിരലുകൾ ധർമ്മപുത്രൻ്റെ പുറത്ത് വിറങ്ങലിച്ചു നിന്നു. കൂടെയുണ്ടായിരുന്ന സ്ത്രീകൾ അലമുറയിട്ടു. ധർമ്മപുത്രൻ വിയർത്തു. തൻ്റെ ധാർമ്മിക ബലം കൊഴിഞ്ഞു പോകുന്നതുപോലെ അദ്ദേഹത്തിന് തോന്നി. അലമുറയിട്ടു കരയുന്ന, എല്ലാം നഷ്ടപ്പെട്ട് അഗതികളായ ഈ സ്ത്രീകളോട് താൻ എന്തു പറയും? അവർ ധർമ്മപുത്രനോട് പറഞ്ഞുകൊണ്ടിരുന്നു, രാജാവ് ധർമ്മജ്ഞനാണെന്ന് പറയാറുണ്ട്. എന്തു തരം ധർമ്മജ്ഞതയാണിത് യുധിഷ്ഠിര? അങ്ങാണോ ധർമ്മിഷ്ഠൻ?
ഞങ്ങൾക്കെല്ലാം പോയി. പിതാക്കളെ അവർ കൊന്നു, ഭ്രാതാക്കൾ വധിക്കപ്പെട്ടു, ഗുരുക്കന്മാരെ കാലപുരിക്കയച്ചു. ഭീഷ്മൻ, ദ്രോണൻ, കർണൻ, അഭിമന്യു എല്ലാവരെയും കൊന്നു തള്ളിയില്ലേ യുദ്ധം? ഞങ്ങൾ ഇനി എന്തു ചെയ്യണം? യുധിഷ്ഠിരാ, നിനക്ക് എന്തിനാണിനി രാജ്യം? നിന്റെ പുത്രനടക്കമുള്ള പാഞ്ചാലീസുതന്മാർ ഇന്നില്ല. പിന്നെ നിനക്കെന്തിനാണ് ഇനി രാജ്യം യുധിഷ്ഠിരാ? യുധിഷ്ഠിരൻ നിശബ്ദനായി അവർക്കിടയിലൂടെ നടന്നു. പാണ്ഡവർ അധീരരായി ധൃതരാഷ്ട്രൻ്റെ മുൻപിൽ നിന്നു. ധൃതരാഷ്ട്രൻ കാഴ്ചയില്ലാത്ത തൻ്റെ കണ്ണുകൾ ധർമ്മപുത്രന് നേർക്കുയർത്തി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് രോഷവും വാത്സല്യവും നീരസവും തിരയടിച്ചു. ധൃതരാഷ്ട്രൻ ഒട്ടും ചിരിക്കാതെ നീരസത്തോടെ യുധിഷ്ഠിരനെ യാന്ത്രികമായി തഴുകി. അദ്ദേഹത്തിൻ്റെ അനിഷ്ടം യുധിഷ്ഠിരൻ്റെ പുറത്തെ വിരലുകളിൽ പ്രകടമായി. അവ യുധിഷ്ഠിരനെ തഴുകിയെന്നു വരുത്തി വീണ്ടും ചലനരഹിതമായി. ധർമ്മപുത്രനെ തഴുകിയ ശേഷം ധൃതരാഷ്ട്രൻ്റെ മുഖഭാവം പ്രകടമായും കറുത്തു. ആ വൃദ്ധമുഖത്ത് ക്രൗര്യം നിഴലിച്ചു. ധൃതരാഷ്ട്രനിലെ പ്രതിനായകൻ ഉണർന്നു. അത് കൃഷ്ണനൊഴികെ മറ്റാരും ശ്രദ്ധിച്ചില്ല. രാജാവിൻ്റെ ഇരുണ്ട മുഖത്ത് ഹിംസ തിരയടിക്കുന്നത് കൃഷ്ണൻ സസൂക്ഷ്മം നോക്കി. പാണ്ഡവർക്ക് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ധൃതരാഷ്ട്രൻ്റെ മനസ്സ് കൃഷ്ണൻ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. മാപ്പ് കൊടുക്കാനൊന്നും ഉള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല രാജാവ് എന്ന് കേശവൻ കണക്കുകൂട്ടിയിരുന്നു. ഭീമനോട് പൊറുക്കാൻ ധൃതരാഷ്ട്രനിലെ അച്ഛന് കഴിയുമായിരുന്നില്ലെന്ന് നേരത്തെ ബോധമുദിച്ചവനായിരുന്നു കൃഷ്ണൻ. ആരോടൊക്കെ ക്ഷമിക്കാൻ കഴിഞ്ഞാലും ധൃതരാഷ്ട്രന് വായുപുത്രനോട് പൊറുക്കാൻ കഴിയില്ല എന്ന ഉറപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കൃഷ്ണൻ സ്വകാര്യമായി ബുദ്ധിപൂർവം ഇരുമ്പുകൊണ്ടുള്ള ഭീമപ്രതിമ ഉണ്ടാക്കി വച്ചിരുന്നു. ധൃതരാഷ്ട്രൻ്റെ പിറകിൽ ഭീമൻ വിനീതനായി നിന്നു. അന്ധരാജാവിൻ്റെ മുഖത്തെ നീരസം ഭീമൻ കണ്ടിരുന്നു. വൃകോദരൻ അത് കാര്യമാക്കിയില്ല. അത് സ്വാഭാവികമാണെന്ന് അയാൾ കരുതി. യുധിഷ്ഠിരനെ തഴുകിയ രാജാവിൻ്റെ വിരലുകളിലെ വെറുങ്ങലിപ്പും ഭീമൻ തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ അതിൽ കൂടുതൽ ആ ബാഹുക്കളിൽ മൃത്യു പതിയിരിക്കുന്നുണ്ട് എന്ന് ഭീമൻ മനസ്സിലാക്കിയിരുന്നില്ല. ധൃതരാഷ്ട്രൻ്റെ മുഖത്ത് രോഷം പ്രകടമായി. യുധിഷ്ഠിരനു ശേഷം അടുത്തത് ഭീമൻ്റെ ഊഴമാണ് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കൈകളിൽ ഒരു ജീവിതകാലത്തിൻ്റെ മുഴുവൻ ബലം ആവാഹിച്ച് അന്ധനായ രാജാവ് തയ്യാറായി നിന്നു. വ്യാസൻ്റെയും വിതുരൻ്റെയും വാക്കുകൾക്ക് ആഴമേറിയ ആ പക കെടുത്തിക്കളയാനായിട്ടില്ല. അദ്ദേഹത്തിലെ ക്രൗര്യം ആ കറുത്ത മുഖത്ത് മിന്നിമറഞ്ഞു. ഇതാണ് അവസരം എന്ന് ധൃതരാഷ്ട്രൻ വിചാരിച്ചു. തോരാമാരി പോലെ യുദ്ധവാർത്തകൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ താൻ കരുതി വച്ച മുഹൂർത്തം. തൻ്റെ ശരീരത്തിൻ്റെ ബലം ഉപയോഗപ്പെടുത്തി അത് കൈകളിൽ ആവാഹിച്ച് ഭീമനെ പുണർന്ന് ഞെരുക്കി നുറുക്കണം. തൻ്റെ ബാഹുക്കൾ തരിക്കുന്നത് ധൃതരാഷ്ട്രൻ അനുഭവപ്പെട്ടു. തൻ്റെ 100 മക്കളെയും തിരഞ്ഞുപിടിച്ചു കൊന്നവനാണവൻ. വികർണനെയും ഭീമൻ വെറുതെ വിട്ടില്ല. വികർണൻ ദ്യൂതസഭയിൽ വച്ച് പാണ്ഡവർക്ക് അനുകൂലമായി, ദ്രൗപദിക്ക് അനുകൂലമായി സംസാരിച്ചവൻ. ന്യായങ്ങൾ നിരത്തി പാഞ്ചാലിയുടെ വാക്കുകൾ ശരിയാണ് എന്ന് സഭയിൽ പറഞ്ഞവൻ. ഭീഷ്മപ്രഭൃതികളായ കൗരവ മഹാരഥന്മാർ മൗനം പാലിച്ചിടത്ത് രംഗം കീഴടക്കി സഭയിലെ നിഷ്പക്ഷമതികളുടെ അഭിനന്ദനം ഏറ്റുവാങ്ങിയവൻ. ദുരന്തത്തിനിടയ്ക്ക് അമൃതുപോലുള്ള വാക്കുകൾ ഉതിർത്ത് കർണൻ്റെ രോഷവും അതൃപ്തിയും സമ്പാദിച്ചവൻ. എന്നിട്ടും ഭീമൻ അവനെ നിർദ്ദയം കൊന്നു. ധൃതരാഷ്ട്രൻ്റെ ഉള്ളിൽ തൻ്റെ മകൻ ദുശാസനൻ്റെ വധം ഓർമ്മ വന്നു. ഗദ കൊണ്ട് എറിഞ്ഞു വീഴ്ത്തിയ ശേഷം വീണ് കിടക്കുന്ന ദുശാസനൻ്റെ മേൽ കയറിയിരുന്ന് നെഞ്ചു പിളർത്തി വൃകോദരൻ അവൻ്റെ രക്തം കുടിച്ചു. എന്നിട്ട് പിശാചിനെ പോലെ അലറി, സഹോദരൻ്റെ രക്തം പാനം ചെയ്തവനാണ് ഭീമൻ എന്ന് ഉള്ളിൽ പറഞ്ഞ് ധൃതരാഷ്ട്രൻ തൻ്റെ തടിച്ച കൈകൾ കൂട്ടിത്തിരുമ്മി. പുത്രൻ്റെ ദാരുണമായ വധം സഞ്ജയൻ വർണ്ണിച്ചപ്പോൾ തൻ്റെ ഉള്ളിലൊരു വെള്ളിടി വെട്ടിയത് ധൃതരാഷ്ട്രൻ ഓർത്തെടുത്തു. അങ്ങനെ ചെയ്ത ഭീമനോട് വാത്സല്യം പ്രകടിപ്പിക്കുന്നത് തന്നെ മനുഷ്യത്വ വിരുദ്ധമാണെന്ന് ധൃതരാഷ്ട്രൻ കരുതിയിരിക്കും. ധൃതരാഷ്ട്രൻ പിന്നെ തൻ്റെ മൂത്തപുത്രനായ ദുര്യോധനൻ്റെ പതനവും ഓർമ്മിച്ചുപോയി. നേർവഴിക്ക് ജയിക്കാൻ കഴിയാത്തതുകൊണ്ട് തൻ്റെ മകനെ ഭീമൻ തുടകളിൽ അടിച്ചു വീഴ്ത്തി. അന്ധരാജാവ് വീണ്ടും കൈകൾ കൂട്ടിത്തിരുമ്മി. എന്നിട്ട് ചോദിച്ചു, ഭീമൻ എവിടെ?
കൃഷ്ണൻ പതുക്കെ മന്ദഹസിച്ചു. പിന്നെ ധൃതരാഷ്ട്രനു മുന്നിൽ നിന്നിരുന്ന ഭീമനെ പതുക്കെ കൈകൊണ്ട് മാറ്റി നിർത്തി ആ സ്ഥാനത്ത് ഭീമൻ്റെ ആയസപ്രതിമ അനായാസം ധൃതരാഷ്ട്രൻ്റെ മുന്നിലേക്ക് നീക്കി വെച്ചു കൊടുത്ത് പിൻവാങ്ങി. പ്രതിമയാണ് എന്നറിയാതെ ധൃതരാഷ്ട്രൻ അതിനെ തൻ്റെ കൈവലയത്തിനുള്ളിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അമർത്തി ഞെരിച്ച് പുൽകി. മുന്നിൽ വെച്ച് തന്നത് പ്രതിമയാണ് എന്നുകൂടി പകയുടെ ആഴത്താൽ ധൃതരാഷ്ട്രന് മനസ്സിലായില്ല. മഹാശക്തനായ ധൃതരാഷ്ട്രൻ ഭീമൻ്റെ കാരിരുമ്പ് പ്രതിമയെ വീണ്ടും വീണ്ടും അമർത്തി ആലിംഗനം ചെയ്തു. പ്രതിമ പൊടിഞ്ഞു വീണു. ചോര കക്കിയ, രക്തം പൊടിയുന്ന വ്രണിതമായ നെഞ്ചോടെ ധൃതരാഷ്ട്രൻ നിന്നു. പിന്നെ തളർന്നു. മേൽക്കൊമ്പുകൾ പൂത്ത പാരിജാതമരം പോലെ ധൃതരാഷ്ട്രൻ കാണപ്പെട്ടു എന്ന് ഇതിഹാസം. മേൽക്കൊമ്പുകൾ പൂത്ത പാരിജാതമരം പോലെ ധൃതരാഷ്ട്രൻ കാണപ്പെട്ടു എന്നിതിഹാസം. അരികെ നിന്നിരുന്ന സഞ്ജയൻ പറഞ്ഞു, കഷ്ടമായിപ്പോയി രാജാവ് ചെയ്തത്. ധൃതരാഷ്ട്രൻ അത് കേട്ടു. പെട്ടെന്ന് അദ്ദേഹം യാഥാർത്ഥ്യത്തിലേക്ക് ഞെട്ടിയുണർന്ന് താൻ ചെയ്ത തെറ്റിൻ്റെ ആഴം തിരിച്ചറിഞ്ഞു. ദുര്യോധനൻ ചെയ്തതുപോലുള്ള മഹാപാപമാണ് താനും ചെയ്തത് എന്ന് പറഞ്ഞ് ധൃതരാഷ്ട്രൻ വിലപിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട ധൃതരാഷ്ട്ര, നീ തകർത്തത് ഇരുമ്പ് പ്രതിമയെയാണ്. എനിക്ക് താങ്കളെ അറിയാം, താങ്കളുടെ പക അറിയാം. ഞാനാണ് നിൻ്റെ മുന്നിലേക്ക് ഭീമൻ്റെ ഇരുമ്പ് പ്രതിമ നീക്കിവെച്ച് തന്നത്. ധൃതരാഷ്ട്ര, നീ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നീ ഇപ്പോൾ അടങ്ങുക. നിൻ്റെ പുത്രൻ പാണ്ഡവരെ കാടുകയറ്റി. അവൻ ശൂദ്രനായിരുന്നു. ഭീമനാൽ അവൻ കൊല്ലപ്പെട്ടു. അത് സ്വാഭാവികം. അതിൽ ദുഃഖിക്കാനൊന്നുമില്ല. നീ ഇതുവരെ ചെയ്ത അക്രമം ചിന്തിച്ചു നോക്കൂ. നിൻ്റെ പുത്രൻ ചെയ്തതൊക്കെ ഓർത്തു നോക്കൂ. കൃഷ്ണൻ്റെ വാക്കുകേട്ട് അടികൊണ്ട സർപ്പം പോലെ ധൃതരാഷ്ട്രൻ പുളഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദുഃഖവും കുറ്റബോധവും നിറഞ്ഞു. തല താഴ്ത്തി രാജാവ് കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, അങ്ങ് പറഞ്ഞത് ശരിയാണ്. പുത്രസ്നേഹത്താൽ വഴിതെറ്റിയവനാണ് ഞാൻ. നിൻ്റെ രക്ഷയിൽ ഭീമൻ രക്ഷപ്പെട്ടു. നന്നായി. എൻ്റെ മനസ്സ് ഇപ്പോൾ തിരയൊഴിഞ്ഞ കടൽ പോലെ പ്രശാന്തം. ഇനി എനിക്ക് കന്മഷമില്ല. ഉണ്ണി ഭീമ, വരൂ, ഇപ്പോൾ എനിക്ക് നിന്നെ പുണരാം. ധൃതരാഷ്ട്രൻ പിന്നെ എല്ലാവരെയും വാത്സല്യത്തോടെ പുണർന്നു. ഇരുട്ട് വഴിമാറി. മാനത്ത് നിലാവുദിച്ച പോലെ ധൃതരാഷ്ട്രൻ്റെ അന്തരാത്മാവ് പ്രകാശിച്ചു. ഇരുട്ട് വഴിമാറി മാനത്ത് നിലാവുദിച്ചതുപോലെ ധൃതരാഷ്ട്രൻ്റെ അന്തരാത്മാവ് പ്രകാശിച്ചു. ഇനിയും അസ്തമിച്ചിട്ടില്ലാത്ത നന്മയുടെ ഒരു പ്രകാശകണം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നക്ഷത്രങ്ങളായി തിളങ്ങി. പിൻവാക്ക്. ജീവിതം മുഴുവൻ അന്ധനായി കഴിയേണ്ടി വന്ന ഭരണാധികാരിക്ക് സംഭവിക്കുന്ന ആഴമേറിയ നിരാശാബോധവും മാനസിക തകർച്ചയും ധൃതരാഷ്ട്രൻ്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിച്ചിരിക്കണം. യുദ്ധസംബന്ധിയായ അദ്ദേഹത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളും അനിശ്ചിതത്വം കലർന്നതായിരുന്നു. യുധിഷ്ഠിരനെ യുവരാജാവാക്കി വാഴിച്ചു. കുറച്ചുകാലം ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാവം വർദ്ധിക്കുന്നു എന്നു മനസ്സിലാക്കിയപ്പോൾ ദുര്യോധനനു വേണ്ടി യുധിഷ്ഠിരനെ ഒഴിവാക്കി. മാത്രമല്ല, സഹോദരപുത്രന്മാരെയും അവരുടെ അമ്മയെയും സമർത്ഥമായി ഹസ്തിനപുരിയിൽ നിന്ന് ഖാണ്ഡവപ്രസ്ഥം എന്ന കൊടുങ്കാട്ടിലേക്ക് നാടുകടത്തി. അവിടെ അവർ പിടിച്ചു നിന്ന് സമ്പന്നരായപ്പോൾ വീണ്ടും കള്ളച്ചൂത് കളിക്ക് ക്ഷണിച്ച് ചതിച്ചു. താൻ തന്നെ ക്ഷണിച്ചു കൊണ്ടുവന്ന ഇന്ദ്രപ്രസ്ഥത്തിലെ രാജ്ഞിയും അനുജപുത്രന്മാരുടെ പത്നിയുമായ ദ്രൗപദിയെ തൻ്റെ തന്നെ 2 പുത്രന്മാർ ചേർന്ന് അപമാനിക്കവേ കണ്ണില്ലാതെയും രാജാവ് അത് കണ്ട് രസിച്ചിരുന്നു. അതോടെ മകനെപ്പോലെ അച്ഛനും ഇതിഹാസത്തിലെ പ്രതിനായക സ്ഥാനത്ത് കയറിയിരുന്നു. കൃഷ്ണനോട് ആദരം കാണിച്ചപ്പോൾ തന്നെ പുത്രൻ അദ്ദേഹത്തെ സഭയിൽ വെച്ച് ബന്ധിക്കാൻ ശ്രമിച്ചതിൽ ഏറെക്കുറെ മൗനം പാലിച്ചു. താനാണ് ഹസ്തിനപുരിയുടെ രാജാവ് എന്ന് ധൃതരാഷ്ട്രൻ ഉറപ്പിച്ചു പറയുന്ന ഭാഗങ്ങളും ഇതിഹാസത്തിലില്ല. നന്മതിന്മകൾക്കിടയിൽ ചാഞ്ചാടുന്ന ഊഞ്ഞാലായി അദ്ദേഹം പലപ്പോഴും അപഹാസ്യനായി മാറി. അധികാരം ശരിയായി വിനിയോഗിക്കാൻ അറിയാത്തവൻ എന്ന് വിലയിരുത്തപ്പെട്ടു. ജീവിതത്തിലുടനീളം അദ്ദേഹം തൻ്റെ അപനയങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. എതിർവാക്കുകൾ കേൾക്കുമ്പോൾ എല്ലാ ദുർബലരെയും പോലെ അതൊക്കെ വിധിയാണെന്ന് മൊഴിഞ്ഞ് മാറി നിന്നു.
യുദ്ധം നേരിട്ട് കാണാനുള്ള ദിവ്യദൃഷ്ടി നൽകാൻ തയ്യാറായ പിതാവിനോട് അത് തൻ്റെ മന്ത്രിയായ സഞ്ജയന് നൽകാൻ ധൃതരാഷ്ട്രൻ ആവശ്യപ്പെടുകയായിരുന്നു. പിന്നെ താൻ കൂടി കഥാപാത്രമായ ആ ദുരന്തകഥ ആദ്യാവസാനം കേട്ടിരിക്കേണ്ടി വരികയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പക്ഷപാതങ്ങൾ പ്രകടമായിരുന്നു. ചിലപ്പോൾ അദ്ദേഹം അതീവ ക്രൂരനായ ഒരു വൃദ്ധ ഭരണാധികാരിയുടെ രൂപം കൈക്കൊണ്ടു. മറ്റു ചിലപ്പോൾ ധാർമ്മികൻ്റെയും നിഷ്പക്ഷമതിയുടെയും വേഷം കെട്ടി ആടി. ഇന്ദ്രപ്രസ്ഥയാത്ര കഴിഞ്ഞ് അപാരമായ അസൂയയുടെ ആൾരൂപമായി പ്രത്യക്ഷപ്പെട്ട അന്തസ്സാരശൂന്യനായ ദുര്യോധനനെ തിരുത്താൻ അച്ഛനും ഭരണാധികാരിയുമായ ധൃതരാഷ്ട്രന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ യുക്തികൾക്ക് തെളിച്ചമുണ്ടായിരുന്നു, എന്നാൽ ഇച്ഛാശക്തി ഇല്ലായിരുന്നു. പിന്നീട് തീർത്തും വഞ്ചകമായ തീരുമാനങ്ങൾ എടുക്കാൻ ഒരുങ്ങുകയാണ് ധൃതരാഷ്ട്രൻ ചെയ്തത്. തീർത്തും ആത്മനിഷ്ഠവും അധാർമികവുമാണ് പുത്രൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പകൽ പോലെ വ്യക്തമായിട്ടും ധാർമ്മികതയുടെ അവസാനത്തെ തെന്നലിനെയും അദ്ദേഹം തൃഷ്ണയുടെ ഛത്രത്താൽ തടഞ്ഞു നിർത്തി. അച്ഛനും മകനും കറുത്ത കാമനകളുടെ തടവുകാരായി മാറി. കഠിനാധ്വാനം കൊണ്ട് ഏറെ വർഷങ്ങളെടുത്ത് അനുജപുത്രന്മാർ നേടിയതൊക്കെ അന്ധമായ ആർത്തിയുടെ ചൂതുകളിയാൽ അവരിൽ നിന്ന് തട്ടിയെടുത്തു. അതിൻ്റെ ഫലം യുദ്ധാനന്തര കാലത്തും കുത്തുവാക്കുകളായും അവഗണനയായും ധൃതരാഷ്ട്രൻ അനുഭവിച്ചു തീർത്തു.